നമ്മൾ എങ്ങനെയാ മനോരമയിൽ എത്തിയത്? ഒരു ചിരി ഇരുചിരി പമ്പർച്ചിരി വരെ എത്തണല്ലോ നമുക്ക്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എല്ലാരും നിന്നെ എല്ലാത്തിലും പറഞ്ഞ ജസ്റ്റ് ടച്ച് ചെയ്തു പോവാം. അത് പണ്ട് കട്ടുറുമ്പെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വഴിയാ കേറിയത്. ശരി. അവിടെ ചേച്ചിമാരാ ഞങ്ങളെ കൊണ്ടുപോയത്. അതൊന്നും ഒരു പിടിയില്ല, ഒരു അറിവില്ല. വെറുതെ കൊണ്ടുപോയതാ. നിങ്ങൾക്ക് അപ്പൊ ഇത്രയും സംസാരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒന്നും ആ സമയത്ത് അറിവില്ല? അല്ല, അവിടെ നിങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അല്ലേ? ഞങ്ങൾ ഒരു കഴിവില്ലാത്ത പിള്ളേരായിരുന്നു സത്യമായിട്ടും. ഇപ്പഴേ ഇത്രയെങ്കിലും ഇത് ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ പറയണം കേട്ടോ. ഞാനൊക്കെ റിപ്പീറ്റ് അടിച്ച കാണുന്ന വീഡിയോസ് ഒക്കെ പമ്പർച്ചിരിയില്. അതെന്തോ അങ്ങനെ ഒരു ഇതിലെത്തിയതാ. ഇല്ലായിരുന്നേ ഒന്നും ഒരു കഴിവ് പോലെ ഇല്ല. അങ്ങനെ പറയണതാ. അല്ല, എനിക്കുണ്ട്, ഞാൻ പറയുന്നില്ല. എനിക്ക് കഴിവുണ്ടല്ലേ? ഓക്കെ. സത്യമായിട്ടും ഇത് ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു കഴിവുണ്ട്. അവര് വളർത്തിയെടുത്ത അവിടെ ഉള്ള ഗ്രൂമേഴ്സും കാര്യങ്ങളും. അപ്പൊ നമ്മൾ എങ്ങനെ ലൈം ലൈറ്റിൽ എത്തി, ആൾക്കാരുടെ ഫ്രണ്ടിൽ അറിയപ്പെടുന്ന രീതിയിലൊക്കെ എത്തി. അതിന് മുന്നേയും ശേഷം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് ശരിക്കും കാണുന്നത്? സത്യം കണ്ട പഴയ ബെല്ല കേട്ടോ. അടിപൊളി. അടിപൊളി. അല്ല, ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പൊ നിങ്ങക്ക് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരല്ലേ, അപ്പൊ നിങ്ങളെ പുറത്ത് നാട്ടുകാരൊക്കെ തിരിച്ചറിയുന്നതിന് മുന്നേ ശേഷവും രണ്ട് സ്റ്റൈൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ രണ്ട് തരത്തിലായിരിക്കില്ല നിങ്ങൾ ആൾക്കാർ കാണുന്നത്. ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? പണ്ടും ആൾക്കാർ ചുമ്മാ നോക്കുമായിരുന്നു, ഇരട്ടകളായതുകൊണ്ട്. പെട്ടെന്ന് വഴി കൂടെ രണ്ടുപേരും ഒരേ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ആരായാലും നോക്കിപ്പോകും.